കേരളത്തിൽ പിണറായി വിജയനെ പുലഭ്യം പറയാനും ഇടതുപക്ഷത്തിനെതിരെ അപവാദ പ്രചരണത്തിനും കോൺഗ്രസ് ലേബലിൽ ചില മാരണങ്ങളെ സൃഷ്ടിച്ചിറക്കും. ഒടുവിൽ അവർക്ക് എന്ത് സംഭവിക്കും? അതാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം കണ്ട അഖിൽ മാരണം. ഞാൻ കോൺഗ്രസ്സുകാരനായി എൻ്റെ ആശയം കോൺഗ്രസ് ആണ്, കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് പഴയ സംഘി ബാക്ക്ഗ്രൗണ്ട് എല്ലാം മറച്ചു വെച്ചിട്ട് മാരണം വലിയ ഡയലോഗ് കാച്ച് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഏത് അലവലാതിയായിരുന്നാലും പിണറായി വിജയനെതിരെ 4 ഡയലോഗ് അടിക്കൂ, സംഘികളും കോൺഗ്രസ്സുകാരും സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് അവരെ ആഘോഷിക്കും. അങ്ങനെയാണ് അഖിൽ കോട്ടാത്തല എന്ന കെടുതി സമൂഹത്തിൽ വിസിബിലിറ്റി വരുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാവരുടെയും വീടിന്റെ അടുക്കള വരെ നിരങ്ങി നടന്നു. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന ഇഫ്താർ വിരുന്നിൽ വരെ ഈ കെടുതിയെ വിളിച്ച്, മാരണത്തെ വിളിച്ച് ആഹാരം കൊടുക്കാൻ എന്തായിരുന്നു ഇവന്റെ യോഗ്യത? കോൺഗ്രസ്സുകാരൻ എന്നാണ് പറഞ്ഞത്. അല്ല, അവൻ ഒരു 916 സംഖ്യയായിരുന്നു. ആ സംഖ്യത്തരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചെലവാകാത്തത് കൊണ്ട് ഏത് സംഖ്യയ്ക്കും ഈ നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ കോൺഗ്രസ് എന്ന വേഷമെടുത്ത് ധരിക്കാം. അങ്ങനെയാണ് മാരണം കോൺഗ്രസ്സുകാരുടെ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയനെ തെറി വിളിക്കുന്ന കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയത്. ഇപ്പോ ആ പടച്ചട്ട അങ്ങ് അഴിച്ചിട്ട് ഒറിജിനൽ സംഖ്യ പുറത്തേക്ക് വന്നു. 2020 എന്ന സംഘടന NDAയിൽ ചേർന്നതിന് പിന്നാലെ അതിലേക്ക് ലയിച്ച് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവന്റെ നിലപാട് എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിലപാട് അത് വയനാട് വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും ഒരു എല്ലില്ലാത്ത നാവും ഡയലോഗ് കാച്ചാൻ നല്ല മിടുക്കും സാമർഥ്യവും ഉണ്ടെങ്കിൽ വച്ചങ്ങ് കാച്ചിയാൽ മതിയല്ലോ. ഒപ്പം തന്നെ കോട്ടാത്തല മാറ്റിയിട്ട് ജാതിവാല് കൂടി ചേർത്തതിന് ശേഷം പിണറായി വിജയനെതിരെ ഡയലോഗ് അടിച്ചാൽ സ്റ്റാറായി. നമ്മുടെ രാഹുൽ മാങ്ങാണ്ടി ചെയ്ത പ്രവർത്തനം എന്താണ്? അതേ ട്രാക്ക് തന്നെയാണ് ഈ മഹാൻ. അങ്ങനെയുള്ള വ്യക്തി ഈ അടുത്ത കാലത്ത് രമേശ് ചെന്നിത്തലയോടൊപ്പമൊക്കെ ഇരുന്ന് കോൺഗ്രസ്സുകാരനാണെന്നൊക്കെ തട്ടിവിടുന്നു, ചായ കുടിക്കുന്നു, പുകഴ്ത്തിപ്പറയുന്ന പരിപാടികളെല്ലാം അരങ്ങേറിയതിനു ശേഷം ഇന്നിപ്പോ ഉസ്മാൻ ജിയോട് മാരണത്തെ പൊക്കിക്കൊണ്ട് നടന്നു, അല്ലെങ്കിൽ ഈ കെടുതിയെ പൊക്കിക്കൊണ്ട് നടന്നതിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോ എങ്ങനെയാണ് നൈസായി ഒഴിഞ്ഞു മാറുന്നത് നോക്കിയേ. തെരഞ്ഞെടുപ്പ് കാര്യം ചോദിച്ചു കഴിഞ്ഞാലേ, വിസ്മയം തുടരുമെന്ന് പറയുന്നതിന് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചവരൊക്കെയാണ് BJPയിലേക്കും 2020യിലേക്കും ഒക്കെ പോകും. താങ്കളുടെ കൂടെ ചായ കുടിച്ചാലൊക്കെ 2020യിലാണ്. അതാരാ? എന്റെ കൂടെ പലരും ചായ കുടിക്കും. അവരിപ്പോ ഏത് പാർട്ടി പോകുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അദ്ദേഹം കോൺഗ്രസ്സുകാരനൊന്നും അല്ലായിരുന്നു. അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനൊന്നും അല്ല. പഴയ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറെ കാലമായിട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ ആളുകള് കൂടുമാറി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ആർക്ക് വേണോ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഇരുന്നിട്ട് സംഘപരിവാറുമാരെ ചേരാം. പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയല്ല, ചർച്ചയല്ല. ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ നിരീക്ഷക വേഷത്തിൽ കൊണ്ടിരുത്തുന്ന അലവലാദികൾ ആരെങ്കിലും സംഘപരിവാറിൽ പോയി കഴിഞ്ഞാൽ ഇതാ റെജി ലൂക്കോസ് പോയെ, എന്തൊരു ആഘോഷമാണ്. പക്ഷേ അഖിൽ മാരാർ എന്ന കോൺഗ്രസ്സുകാരൻ പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ ചടങ്ങിലും അയാളുടെ വീട്ടിലെല്ലാം സ്ഥിരം നിരങ്ങിക്കൊണ്ട് നടന്നവൻ, ബിഗ് ബോസ് എന്നൊരു ഊള പരിപാടിയുടെ വിന്നർ ആണെന്നതിനപ്പുറം വാത്താളമല്ലാതെ ഒരു തരത്തിലും ഒരു യോഗ്യതയും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അഖില ലോക അലവലാതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോം ഇട്ട് വിളിക്കാം. അങ്ങനെ ഒരുത്തനെ കൊണ്ടു നടന്നതിന് ശേഷം ഇന്നിപ്പോ അവൻ സംഘപരിവാറിൽ പോയി കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ എന്ന രീതിയിൽ പറയുമ്പോൾ ഇന്നലകളിൽ അവൻ എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ സ്വയം അടയാളപ്പെടുത്തിയിരുന്നത്? അവിടെയാണ് നാട് തിരിച്ചറിയേണ്ടത്. ഏത് മാരണത്തെയും അല്ലെങ്കിൽ ഏത് സെപ്റ്റിക് ടാങ്കിനെയും ചുമക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. അവർ പിണറായിയെ 10 പുലഭ്യവും പുലയാട്ടം നടത്തുമെങ്കിൽ എടുത്ത് തോളിലിരുത്തും. ആ തോളിലിരുത്തുന്നവന്മാരെല്ലാം 916 സംഖ്യയായിരുന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് ഒരു കോൺഗ്രസ് മുഖച്ഛായ കൊടുക്കും. അവനെ സുഡാപ്പികളും കോൺഗ്രസ്സുകാരും ലീഗന്മാരെല്ലാം തലയിൽ വെച്ചുകൊണ്ട് നടക്കും. ഒടുവിൽ അവൻ BJPയിൽ പോയി. ഒരു വിഷമവും ഇല്ലല്ലോ, ഒരു വിമർശനം, അവനെതിരെ 2 വാചകം ഏവനെങ്കിലും ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ടോ നോക്കിയേ. അപ്പോ ഇവർക്ക് സംഘപരിവാറിൽ പോയി കഴിഞ്ഞാൽ വലിയ ദുഃഖമില്ല. പോകുന്നതിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ഞങ്ങളോടൊപ്പമുള്ള മാധ്യമങ്ങളും അതിനെക്കുറിച്ച് മിണ്ടില്ല. ഇങ്ങനെ ചിലർക്ക് നമ്മുടെ നാട്ടിൽ കോൺഗ്രസിൽ നിൽക്കാം, BJPയിൽ നിൽക്കാം, സംഘപരിവാറിൽ നിൽക്കാം. പക്ഷേ ഇടതുപക്ഷത്തേക്ക് വരികയെങ്ങാനും ചെയ്താൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ആൾക്കാരെ ഇവർ ചില പട്ടങ്ങളൊക്കെ കൊടുത്ത് ചാനലിൽ കൊണ്ടുവന്നിരുത്തും. ആ ഇരുത്തുമ്പോഴേ മനസ്സിലാക്കേണ്ടത് ഇവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഊളയാണ് ആ നിരീക്ഷകനെന്ന്.
അവരൊക്കെ നേരെ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സൃഷ്ടിച്ച ആള് പോയാലും അതൊക്കെ വലിയ വാർത്തയാണ്. മാരണങ്ങളായിട്ടുള്ളവന്മാരെ എല്ലാം ഹൈപ്പ് കൊടുത്തതിന് ശേഷം അവനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരക്ഷരം വാർത്തയായി മാറാത്തതിന്റെ കാര്യമൊക്കെ ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. ഇതുപോലെ ഓരോരുത്തരും വരും കാലങ്ങളിൽ സംഘപരിവാറിലേക്ക് അങ്ങ് ലയിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം രാജ്യത്തെമ്പാടും എങ്ങനെയാണോ കോൺഗ്രസ് സംഘപരിവാറായി മാറിയത്, കോൺഗ്രസ് BJP ആയി മാറിയത്, അതുപോലെ കേരളത്തിലും പലതും ലോപിച്ച് സംഘപരിവാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സന്ദർഭത്തിലാണ് ആ ചോദ്യങ്ങൾക്ക് മുന്നിലൊക്കെ ഉസ്മാൻമാർ നൈസ് എസ്കേപ്പ് അടിച്ച് പോകുന്നത്.